നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുവതികളെ കയറ്റി ശബരിമലയുടെ വിശുദ്ധി കളഞ്ഞ അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാതാക്കിയ പിണറായി വിജയൻ ശബരിമലയുടെ പാവനത ഇല്ലാതെയാക്കാൻ പുതിയ പദ്ധതിയുമായി രംഗത്ത്. ചരക്ക് നീക്കത്തിനെന്ന വ്യാജേന റോപ്പ് വേ നിർമ്മിച്ച ശബരിമലയുടെ പ്രശാന്തിക്ക് ഭംഗം വരുത്താനാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ശ്രമം. കിട്ടിയതൊന്നും പോരാ എന്ന് ചോദിക്കരുത്. കാരണം ആത്മീയ കേന്ദ്രങ്ങൾ തകർക്കാൻ മാത്രമേ കമ്മ്യൂണിസം വളരുകയുള്ളൂ എന്നാണ് CPMന്റെ വിശ്വാസം. ഏറെക്കാലമായുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് ശബരിമല റോപ്പ് വേ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ റവന്യൂ ഭൂമി കൈമാറി സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ പദ്ധതിയുടെ പ്രധാന തടസ്സം മാറി. വനംവകുപ്പിന്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകുകയാണ് സർക്കാർ ശബരിമലയിൽ നടപ്പാക്കുന്ന റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. 14 വർഷമായി ഭൂമി തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനെ തുടർന്ന് നിലച്ചുപോയ പദ്ധതിക്കാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ റോപ്പ് വേക്ക് ശുപാർശ ചെയ്തത്. 2011 ആഗോള ടെൻഡർ വിളിച്ച് ഒരു കമ്പനിയുമായി കരാർ ഉറപ്പിച്ചു. തുടർന്ന് വനഭൂമി കണ്ടെത്താൻ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചു. പദ്ധതിക്ക് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാൻ ദേവസ്വം മന്ത്രി അപേക്ഷ നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ ആദ്യം റവന്യൂ ഭൂമി കണ്ടെത്തിയെങ്കിലും തർക്കം കാരണം കൈമാറ്റം മുടങ്ങി. പിന്നീട് ദേവസ്വം മന്ത്രി VN വാസവൻ മുൻകൈയെടുത്ത തുടർച്ചയായി വനം റവന്യൂ വകുപ്പുമായി യോഗം ചേർന്നു. റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ മന്ത്രി VN വാസവന്റെ ഇതുവരെയായി 16 തവണയാണ് യോഗം വിളിച്ചിരുന്നത്. മന്ത്രി OR കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാതെ തന്റെ വിശ്വസ്തനായ വാസവന് പിണറായി ദേവസ്വം നൽകിയതിന്റെ രഹസ്യവും ഇതായിരുന്നു. പദ്ധതിക്കായി വേണ്ട 4,53,306 ഹെക്ടർ വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ 2 യൂണിറ്റുകളിലായി 4,533 ഹെക്ടർ റവന്യൂ ഭൂമി കൈമാറാമെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയത്. റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനംവകുപ്പിന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകുന്നതിനായി കൈമാറിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശ പ്രകാരം പരിഹാരവത്കരണത്തിനായിട്ടാണ് ഈ ഭൂമി വനംവകുപ്പിന് കൈമാറുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയാൽ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനാകും. കേന്ദ്രത്തിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലെയല്ല ശബരിമല. കാനനക്ഷേത്രമായ ശബരിമലയിൽ അയ്യനെ കാണാൻ എത്തേണ്ടത് കൊടും വ്രതം അനുഷ്ഠിച്ചാണ്. പണ്ടുകാലത്ത് 41 ദിവസത്തെ വ്രതം നിർബന്ധമായിരുന്നു. ഇന്നതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ശബരിമല അയ്യനെ വിശ്വസിക്കുന്നവർക്ക് അത് അപൂർവമായ ഒരു അനുഭവമായി തന്നെ തുടരുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് സർക്കാർ റോപ്പ് വേ നിർമ്മിക്കുന്നത്. കോടികൾ വെട്ടിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതിന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? പതിറ്റാണ്ടുകൾ മുമ്പ് പ്രഖ്യാപിച്ച റോപ്പ് വേ പദ്ധതിയുടെ തറക്കല്ലിടൽ ഈ തീർത്ഥാടന സീസണിൽ തന്നെ ഇടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള സർവേ നേരത്തെ ആരംഭിച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രാഥമിക രൂപരേഖ അടിസ്ഥാനമാക്കി വിവിധ വകുപ്പുകൾ ചേർന്ന് പരിശോധന ആരംഭിച്ചിരുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്കു നീക്കത്തിനും അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് സർവീസായും റോപ്പ് വേ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മനുഷ്യരെ പറ്റിക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഭക്തരെയും കയറ്റി തുടങ്ങും. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് തുടങ്ങി മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപം അവസാനിക്കും വിധമാണ് നിർദ്ദിഷ്ട റോപ്പ് വേ. പമ്പയ്ക്കും സന്നിധാനത്തിനുമിടയിൽ 60 മീറ്റർ പൊക്കത്തിൽ 5 ടവറുകളാണ് നിർമ്മിക്കേണ്ടത്. 12 മീറ്റർ വീതിയിലായിരിക്കും റോപ്പ് വേ. ടവറുകൾ ഉയരം കൂട്ടി നിർമ്മിക്കുന്നതിനാൽ വനത്തിലെ 50 മരങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയാൽ മതി. പദ്ധതി പൂർത്തിയാകുമ്പോൾ സന്നിധാനത്തേക്കുള്ള ചരക്കു നീക്കം അപകടരഹിതമാകും. റോപ്പ് വേ വന്നാൽ ട്രാക്ടറിലുള്ള ചരക്ക് നീക്കം കാര്യമായി കുറയുമെന്നാണ് കരുതുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് സർവീസായും റോപ്പ് വേ ഉപയോഗിക്കാവുന്നതാണ്. 2.5 കിലോമീറ്റർ നീളം വരുന്ന റോപ്പ് വേ നിർമ്മാണത്തിന് 150 കോടിയാണ് ചെലവ്. 2011 റോപ്പ് വേ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത്. 19 ആദ്യ സർവേ നടത്തിയെങ്കിലും വനം വകുപ്പ് എതിർത്തു. പുതുക്കിയ അലൈൻമെന്റ് വനം വകുപ്പിനും സ്വീകാര്യമാണ്. സർവേ സംഘത്തിലെ അഭിഭാഷക കമ്മീഷൻ മെയ് 23 ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ നടവരുമാനം ഉപയോഗപ്പെടുത്തി ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ശബരിമലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് നൽകുന്നത്. ഇതിനൊപ്പം സംസ്ഥാനവും വഴിപാട് പോലെ പദ്ധതികൾക്കു വേണ്ടി എല്ലാ വർഷവും ബജറ്റിൽ കോടികൾ അനുവദിക്കാറുണ്ടെങ്കിലും തുടർ നടപടികളോ പദ്ധതി നടത്തിപ്പോ മാത്രം പ്രഖ്യാപനത്തിനപ്പുറം പോകാറില്ല.
കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ 30 കോടി രൂപയും എരുമേലി മാസ്റ്റർ പ്ലാനിന് 10 കോടി രൂപയും നിലയ്ക്കൽ വികസനത്തിന് 2.5 കോടിയും അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഒന്നിന്റെയും രൂപരേഖ പോലും തയ്യാറായിട്ടില്ല. രൂപരേഖയിൽ ഉൾപ്പെടാത്ത പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ ഉന്നതാധികാര സമിതിക്ക് സാധിക്കാത്തതാണ് പദ്ധതി അനിശ്ചിതത്വത്തിൽ തുടരാൻ കാരണം. ആദ്യം ഒരു സ്വകാര്യ ഏജൻസിയെയാണ് രൂപരേഖ തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത്. അത് വിവാദമായപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി. അത് പൂർത്തിയാകാത്തതിനാലാണ് കേന്ദ്ര തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ അനുവദിച്ച 100 കോടി രൂപയിൽ 80 കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെടുകയും ചെയ്തത്. വനം വകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള അതിർത്തി തർക്കമാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണമായി സംസ്ഥാന സർക്കാർ പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഇടപെട്ട ASP കുറിപ്പിന്റെ നേതൃത്വത്തിൽ അഭിഭാഷക കമ്മീഷൻ നിയോഗിക്കുകയും ശബരിമല സന്നിധാനത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള 100 ഹെക്ടർ സ്ഥലം അളന്ന് തിരിച്ച് ചിട്ടപ്പെടുത്തി ജഡ സ്ഥാപിച്ച് നൽകിയിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. പമ്പ മുതൽ മരക്കൂട്ടം വരെയുള്ള അയ്യപ്പൻ റോഡ്, പമ്പ മുതൽ അപ്പാച്ചിമേട് വഴി മരക്കൂട്ടം വരെയുള്ള സ്വാമി അയ്യപ്പൻസ് റോഡ്, ചന്ദ്രാനന്ദൻ റോഡ്, ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള പാത എന്നിവിടങ്ങളിലാണ് ദേവസ്വം ബോർഡിന്റെ സർവേ കല്ല് സ്ഥാപിച്ചത്. കൂടാതെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ 5 പദ്ധതികൾ കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപ് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങിക്കിടക്കുകയാണ്. മാളികപ്പുറം മേൽപ്പാലം, പുതിയ അരവണ പ്ലാന്റ്, കുന്നാർ തടയിൽ നിന്നുള്ള പൈപ്പ് ലൈന്, നിലയ്ക്കൽ സുരക്ഷാ ഇടനാഴി, പമ്പ പാലം എന്നിവയാണ് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. നിർദ്ദിഷ്ട മാളികപ്പുറം ഈ ചന്ദ്രാനന്ദൻ റോഡ് മേൽപ്പാലത്തിന്റെ രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനെ ചുമതലപ്പെടുത്തിയെങ്കിലും മുൻകൂർ പണം ആവശ്യപ്പെട്ടതോടെ അവരെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വാപ്കോസിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പമ്പ പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ഏൽപ്പിച്ചത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഫേസ് RKനെയാണ്. 15 കോടി രൂപ ആദ്യഘട്ടമായി അനുവദിച്ചുവെങ്കിലും ആവശ്യമായ മുഴുവൻ തുകയും ലഭിക്കാത്തതിനാൽ ടെൻഡർ പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പം അരവണ പ്ലാന്റിനായി 15 കോടി വിലയിരുത്തുകയും 6 കോടി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഫലം കണ്ടില്ല. കൊന്നാർ തടയണയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ പുതിയ പൈപ്പ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ വർഷം 2 കോടി രൂപ അനുവദിച്ചുവെങ്കിലും പണി തുടങ്ങിയിട്ടില്ല. നിലയ്ക്കൽ സുരക്ഷാ ഇടനാഴിക്കും ഫണ്ട് അനുവദിച്ചുവെങ്കിലും പദ്ധതി കടലാസിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. ഇതോടൊപ്പം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ മേൽശാന്തി മുറികൾ, ദേവസ്വം ഓഫീസുകൾ, തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി ലേഔട്ട് പ്ലാൻ ജസ്റ്റിസ് S. സിരിജകൻ അധ്യക്ഷനായ ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയെങ്കിലും തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്സാഹം കാട്ടുന്നില്ല. പദ്ധതി നടത്തിപ്പിന് ശബരിമല വികസന അതോറിറ്റിക്കും രൂപം നൽകുമെന്ന് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും അതും പാഴ്വാക്കായി. 2024 മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ടെൻഡർ നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മധു കുമാർ പറയുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി മണിക്കൂറുകൾക്കുള്ളിൽ നടപ്പാക്കാൻ യുദ്ധസന്നാഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട സംസ്ഥാന സർക്കാർ അതേ സുപ്രീം കോടതിയുടെ വിധി വന്ന് 15 വർഷം പിന്നിടുമ്പോഴും വികസന പ്രവർത്തനങ്ങൾക്കുള്ള നടപടി സ്വീകരിക്കാനാകാത്തതിൽ ഭക്തജനങ്ങൾക്ക് വലിയ അമർഷമുണ്ട്. സംസ്ഥാന ബജറ്റിൽ 30 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ലേഔട്ട് പ്ലാന്, അതായത് ശബരിമല മേഖലയിൽ നടപ്പാക്കുന്ന നിർമ്മാണങ്ങളുടെ കൃത്യമായ രൂപരേഖയും വിശദ വിവരങ്ങളും തയ്യാറാക്കാൻ വൈകുന്നതും ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനും തടസ്സമാകും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സർക്കാർ സഹായത്തോടെ ദേവസ്വം ബോർഡ് മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ട് 14 വർഷമായി. എന്നാൽ ഇതുവരെ ലേഔട്ട് പ്ലാൻ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഇതിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.